ഇന്ന് വൈകുന്നേരം നമുക്ക് ഇത്തിരി പണിയുള്ള ദിവസമാണ്. കാലൊക്കെ ആവാറായില്ലോ, അതുകൊണ്ട് തന്നെ ഇത്തിരി ഷീറ്റ് പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, വണ്ടി ഇടാൻ വേണ്ടി സൗകര്യമായിട്ട്. വണ്ടിയൊക്കെ സൈഡിൽ കൊണ്ടുവന്നിട്ടപ്പോൾ ചേട്ടൻ വന്ന് നോക്കിയിടുന്നു കേട്ടോ. പിന്നെ തൈ വേപ്പും തൈ ഉണ്ട്, അതൊന്ന് പറിച്ച് കളഞ്ഞേക്ക്. അപ്പോൾ വണ്ടി കുറച്ചും കൂടെ സൗകര്യമായിട്ട് കയറ്റിയിടാലോ. വലിയ കാര്യമായിട്ട് വളരാത്തതുകൊണ്ട് തന്നെ വേഗം ഞങ്ങൾ മുറിച്ച് കളയാനായിട്ട് നിൽക്കാറുണ്ട് കേട്ടോ. കുറെ കെട്ടുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അഴിച്ച് കളഞ്ഞു. പിന്നെ ഒരു പാട്ട് പാടി കൊടുക്കുക. ആ വേപ്പും തൈമ താമസിക്കണ പുഴുവായിരുന്നു കേട്ടോ. അത് പെട്ടെന്ന് എൻ്റെ തലയിലേക്ക് വീണത്. പിന്നെ താഴെ വീണപ്പോൾ നീരവ അതിൻ്റെ അടുത്തിരുന്ന് വർത്താനം പറയായിരുന്നു. കുറെ വെട്ടി വെക്കണ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ വലിക്ക് അവസാനം പോകുന്നു കേട്ടോ. വേപ്പും തൈയൊക്കെ മുറിച്ച് കളയേണ്ട കാര്യം ആലോചിക്കുമ്പോൾ ആദ്യമൊക്കെ ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിചാരിച്ചു വലിയ മാറ്റങ്ങളൊന്നും ഇല്ല, ഇതെന്ന് രണ്ട് ഇല പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നാൾ കഴിഞ്ഞിട്ട് അടുത്ത ഇലകളും വരാറ്. ഞാനത് കൊണ്ട് കളയാൻ നോക്കുമ്പോഴേ ഇവൻ വർത്താനൊന്നും നിർത്തിയിട്ടില്ല. പുഴുവിനോട് ഇരുന്ന് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞിരുന്നതെന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടായിരുന്നില്ല. അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെ ആ മണ്ണൊക്കെ ഒന്ന് ലെവലാക്കി നിർത്തണമായിരുന്നു. കാരണം ആ കുഴിയും പിന്നെ മെറ്റലും എല്ലാം കൂടിയിട്ട് ഇറങ്ങിയ തന്നെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കൈക്കോട്ടൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് മണ്ണൊക്കെ ഇളക്കി നോക്കി, ആ മെറ്റലൊക്കെ ഒന്ന് ഒതുക്കി സെറ്റാക്കി നോക്കി, മണ്ണൊക്കെ അങ്ങനെ അടിച്ച് താഴ്ത്താനൊക്കെ നോക്കിട്ടോ. പിന്നെ ഉണ്ടായിരുന്നു ഈ കട്ടയായിരുന്നു, അതുകൂടെ ഒരു ലെവലായിട്ട് ഒതുക്കി വെച്ചു. ഇടയിൽ കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ ഇടയിൽ വന്ന് പൈപ്പ് തുറന്നു വന്നിട്ടൊക്കെ നീരവൻ്റെ വല്ലാത്തൊരു സഹായമായിരുന്നു കേട്ടോ. കുറേ ഓളിയിട്ട് ചീത്ത വളർന്ന് തല്ലുകൂടിയിട്ടൊക്കെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പണിയെടുക്കുക. മഴ കൊള്ളാത്ത പോലെ അതിൻ്റെ ഉള്ളിൽ ഒതുക്കി ഇറണം കേട്ടോ വണ്ടി. അപ്പോൾ എനിക്ക് വലിയ കാര്യമായിട്ട് തിരിക്കാനും വളയ്ക്കാനും ഒന്നും അറിയില്ല. ഞാൻ എൻ്റെ ഒരു സെറ്റപ്പ് ഒരു ഐഡിയ വെച്ചിട്ടാണ് ഞാൻ വണ്ടി റോഡിൽ കൂടെ ഓടിച്ച് പോണത്. അതെനിക്കും ഇവിടെയുള്ള നാട്ടുകാർക്കും നന്നായി അറിയാം. ഇങ്ങനെ ഒതുക്കി വെക്കണ നേരത്ത് അവൻ്റെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. കാരണം വണ്ടി എങ്ങാനും മെറ്റലാണല്ലോ, എങ്ങാനും ചെരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇനി അവൻ്റെ മേതിക്ക് വീഴുമോ എന്നുള്ള ഒരു ടെൻഷൻ അതെപ്പോഴും ഉള്ളതാണ്. എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ബാക്കിൽ തീരും. അങ്ങനെ ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്ത് വെച്ചു, സ്കൂട്ടറും കയറ്റി. പിന്നെ അവൻ്റെ സൈക്കിളാണ് കേട്ടോ. അത് കയറ്റാൻ നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ചങ്ങല തെറ്റിയിരിക്കുന്നത്. എന്നാൽ സപ്പോർട്ട് വീൽ അഴിച്ചോന്ന് തൊട്ട് തുടങ്ങിയതാണ് കേട്ടോ ഇതിലേക്കുള്ള ഒരു പണി. സൈക്കിളിലത്തെ അത്യാവശ്യം കലാവിരുദ്ധങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അത്യാവശ്യം ടൂൾസ് ഉള്ളത് വെച്ചിട്ട് ഞാൻ നോക്കി. പക്ഷെ എൻ്റെ കയ്യിലത്തെ ടൂൾസ് ഒന്നും ഇതിലേക്ക് എത്തണില്ല. ലാസ്റ്റ് കിച്ചുവിൻ്റെ ടൂൾസൊക്കെ മേടിച്ച് ഞാൻ ഒതി മറിഞ്ഞിട്ടും ശരിയാവുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ ചവിട്ടി കഴിഞ്ഞാൽ വീണ്ടും ചങ്ങല തെറ്റുക, എന്താണെന്ന് അറിയില്ല. എത്ര നോക്കി ശരിയാവണില്ല. കയ്യിൽ അത്യാവശ്യം കരിയൊക്കെ ആയി. ലാസ്റ്റ് ഞാൻ അത് കൊണ്ടുവച്ച്, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല തോന്നിട്ടോ. അങ്ങനെ അവിടെ ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് പിന്നെ ഞങ്ങൾ മുടി വെട്ടാനുള്ള പരിപാടിയാണ്. 2 മാസത്തോളമായിട്ട് അവൻ്റെ മുടിയിലൊന്ന് കൈവച്ചിട്ട്, അതുകൊണ്ട് തന്നെ ഒരു കാട് പടലായിട്ടുണ്ടായിരുന്നു. വേർത്ത് പിണ്ടായിട്ട് പിന്നെ നമ്മൾ നടന്നും ഇരുന്നും ഓടിയിട്ടൊക്കെ മുടി വെട്ടി ഈ ഒരു ലെവലെത്തി. ലാസ്റ്റ് കൂലിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വിളക്കും വെച്ച് നാമം ചൊല്ലാറായിട്ടോ. മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂര മജ്ജ. ബൈ.